ഹായ്, ഇന്ന് നല്ലൊരു ദിവസമാണ്. മഞ്ഞപ്പട്ട അണിഞ്ഞ നമ്മുടെ ഭഗവാനെ കാണാൻ പറ്റുന്ന ദിവസമാണ്. ഗുരുവായൂരും ആറന്മുളയിലും എല്ലായിടത്തും നല്ല തിരക്കാണ്. അപ്പം ഇന്ന് രാവിലെ ജസ്റ്റ് ഞാനിന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പം ഒരാളുടെ ഒരു വീഡിയോ ഉണ്ട്. കണ്ടപ്പോൾ എന്തായാലും ഒന്ന് റിയാക്ട് ചെയ്യാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നിപ്പോയി. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഞങ്ങളോട് ശരിക്കും പുച്ഛമാണ്. ഞങ്ങളെ മുസ്ലിങ്ങൾക്കും വേണ്ട, ഹിന്ദുക്കൾക്കും വേണ്ട, ക്രിസ്ത്യാനികൾക്ക് ഒട്ടുമേ വേണ്ട. ആ രീതിയിലാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താല്ലേ, ഒത്തിരി സന്തോഷിക്കുന്നുണ്ടായിരിക്കും ജയിലിലായില്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഒരു ദിവസം ജയിലിലാവും. അതിനുള്ള സമയം അടുത്തു. കള്ളത്തരം കാണിച്ച്, കാപട്യ ഭക്തി കാണിച്ച് കണ്ണനെ പറ്റിക്കാമെന്നോ ആരും കരുതണ്ട. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായി ജസ്ന സലീമെ നീ മാറും. എനിക്കത് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം വിഷുവായിട്ട് പോലും ഞാൻ നിനക്കെതിരെ ഇന്ന് സംസാരിക്കുന്നത്. ലൈവിൽ വന്നിട്ട് എന്തൊക്കെയാ മോള് പറഞ്ഞത്? വല്ലതും ഓർമ്മയുണ്ടോ? ഞാൻ ഓർമ്മിപ്പിക്കാം. ആള് വീഡിയോ ഇട്ടിട്ട് 12 മണിക്കൂറായുള്ളൂ. ഇന്നലെ ഇട്ട വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഞാനിപ്പോ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിന് കിട്ടുന്ന റീച്ചില് നിങ്ങൾക്ക് അടി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. അവളെ പറഞ്ഞിരിക്കുന്നത് അവൾ ഒളിവിൽ പോയെന്ന് നമ്മൾ യൂട്യൂബേഴ്സ് പറഞ്ഞു. വ്യാജ പ്രചരണം നമ്മൾ നടത്തി. ഇവളുടെ പേര് വെച്ച് നമുക്ക് റീച്ച് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ അരി വാങ്ങി കഴിക്കുന്നത്. അല്ലാതെ റേഷൻ കടയിൽ നിന്ന് ഗവൺമെൻറ് തരുന്ന അരി ഒന്നുമല്ല നമ്മൾ കഴിക്കുന്നത്. ഇവള് കാരണമാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. പുള്ളിക്കാരിയുടെ മുഖം കാണുമ്പം തന്നെ അറിയാം ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ അത് അത്രയായിട്ട് പുറത്ത് കാണിക്കാതെ പുള്ളി വെച്ച് തന്നെ നമ്മളെ കളിയാക്കുകയാണ്. നീ ഒളിവിൽ പോകേണ്ട അവസ്ഥ വന്നാൽ നീ ഒളിവിൽ പോയത് തന്നെ ചെയ്യും. അതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിലൊരു വ്യത്യാസവും ഇല്ല. നമ്മള് കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്. അപ്പൊ നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പൊ ജസ്ന സലീം എന്നുള്ള ഒരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, നോ. ജസ്ന സലീമിൻ്റെ പേര് വെച്ചാണ് നമ്മൾ കുടുംബം പോറ്റുന്നത്. എന്തൊരു ഗതികേടാ മലയാളികൾക്ക്. ഇവളുടെ വിചാരം ഇവളെന്തോ വലിയ സംഭവമാണ്. കൃഷ്ണൻ്റെ കുറച്ച് ഒരേ പാറ്റേണിലുള്ള ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചുവചിത്രം വരച്ചു കഴിഞ്ഞാൽ ഇവളെന്തോ സംഭവമാണെന്നാണ് ഇവളുടെ വിചാരം. നീ ഒന്നുമല്ല. ഞങ്ങൾ ഹിന്ദുക്കളുടെ മുന്നിലാണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ മുന്നിലാണെങ്കിലും മുസ്ലിംസിൻ്റെ മുന്നിലാണ് വെറും വട്ടപൂജ്യമാണ് നീ. വട്ടപൂജ്യം എന്ന് വെച്ചാൽ വെറും വട്ടപൂജ്യം. കാശുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരുത്തി. അത്രയേ ഉള്ളൂ നിനക്കുള്ള വില. നിന്നെ ശരിക്കും പറഞ്ഞ് ഇത് കണ്ടപ്പോൾ നിന്നോടാണ് സഹതാപം തോന്നുന്നത്. ജസ്നെ, നിന്നോടാ. ഞങ്ങൾ അരി വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ കഴിക്കുകയോ കുടുംബം നോക്കാതിരിക്കുകയോ ഒക്കെയുള്ള ഞങ്ങളുടെ കാര്യം. പക്ഷെ നീ ചെയ്ത പ്രവൃത്തി കാരണമാണ് നിനക്കിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടേണ്ട വന്നതും ഞങ്ങൾക്ക് നിനക്കെതിരെ ഓരോന്നും പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ടി വന്നതും നിൻ്റെ പ്രവൃത്തി കാരണമാണ്. അത് നാടിന് ദോഷം ചെയ്യും എന്നുള്ളൊരു ബോധം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ആ ബോധം നിനക്കില്ല. നിനക്കില്ലാത്ത സാധനമാണ് ബോധം.
അത് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിനക്കെതിരെ പറയുന്നത്, അല്ലാതെ ഇല്ലാത്തതുണ്ടാക്കി പറയുന്നതല്ല. നിന്നെക്കുറിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ലവളന്മാരെന്നൊക്കെ പറയും. നീ ആരാ? കൃഷ്ണനെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തേക്കുന്നു. നീ പറഞ്ഞതുപോലെ അമ്പലവും ഇതുമെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്, അല്ലാതെ അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരുടേതോ അല്ല. കൃഷ്ണനും അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലൊക്കെ തന്നെ ഉള്ളൂ. അള്ളാഹുവിനും എല്ലാവരും ഒരുപോലൊക്കെ തന്നെ ഉള്ളൂ. ഈ മതവും ജാതിയും എല്ലാം മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷേ അവിടെ ഇത് 3 പാർട്ടാക്കി എടുത്ത് ദൈവത്തിന് പല രൂപങ്ങൾ കൊടുത്തു. അത്രയേ ഉള്ളൂ അവിടെ. നീ കൃഷ്ണനെ വിറ്റ് കാശാക്കുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിന്നെ വിറ്റ് കാശാക്കിക്കൂടാ? ഞങ്ങൾക്ക് അതും ചെയ്യാമല്ലോ. നിനക്കിത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതും ചെയ്യാം. അങ്ങനെയാണ് ഇങ്ങനെയാണ്. എടാ മൊയന്റെ, ഞാൻ എന്നാണോ നിന്റെ പള്ളി കമ്മിറ്റിയിലെ ഇതിൽ വന്നത്? എന്റെ മാഹല എവിടെയാ മൊയന്റെ? എന്റെ മാഹല വരുന്നത് മാവിൻതോട്ടിലാണ്. എന്ന് വെച്ചാൽ ITA പള്ളിയിലാണ് എന്റെ മഹൽ വരുന്നത്, അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ. എവിടെ മഹല വന്നാലും ശരി, ഇച്ചിരി ബഹുമാനത്തോടെ അവരോട് സംസാരിക്കാം. പറയുമ്പം അല്ലെങ്കിൽ പറയുന്ന വാക്ക്, ആ വാക്കിനൊരു വിലയുണ്ട്. കത്തിയേക്കാൾ മൂർച്ചയുള്ളതാണ് വാക്കിന്. അപ്പം അതനുസരിച്ച് വേണം നീ സൂക്ഷിച്ചും കണ്ടും വേണം മോളെ സംസാരിക്കാൻ. അല്ല മോദിക്ക് ഒരു ഫോട്ടോ കൊടുത്തു എന്നും പറഞ്ഞിട്ട് മോദി വന്ന ഉടനെ നിന്നെ വിലക്കിയെന്നും ഹൈക്കോടതി വിലക്കിയെന്നും പറഞ്ഞിട്ട് ഉടനെ പോയി മാറ്റാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ ഒന്നും നിൽക്കത്തില്ല. നീ കാണിക്കുന്നത് മോദിജി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ശരിക്കും എങ്ങനെ കൈകാര്യം ചെയ്യണോ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആ വ്യക്തിക്കറിയാം. അപ്പം നോക്കിയും കണ്ടും വേണം കളിക്കാൻ. ശരിക്കും ആ വ്യക്തിയെക്കുറിച്ച് നിനക്ക് അറിയത്തില്ല. ഒരു ഫോട്ടോ വാങ്ങിച്ചു എന്നും കണ്ട് അത്രയ്ക്ക് അങ്ങ് ഇരുന്നങ്ങ് ഞെളിയണ്ട. അപ്പൊ ഓന് കുറച്ച് ആളാണ്, ഓന് എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടും. അത് ലൈവായിട്ട് ഞാൻ തന്നെ കാണിച്ചു തരും. അപ്പൊ അങ്ങനെയാണ്. അപ്പോ സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ്. ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ്. അപ്പോ സമൂഹത്തിൻ്റെ മുമ്പിൽ നീ മതസ്പർദ്ധ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചവൾ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഹിന്ദു നിയമം അനുസരിച്ചാണെങ്കിലും മുസ്ലിം നിയമം അനുസരിച്ചാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എവിടെയും തുറന്ന് പറയാം, ആർക്കും പറയാം. തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് ജീവിക്കാൻ നോക്കുന്നതിന് പകരം ആ തെറ്റ് വീണ്ടും 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 ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തുവാണെന്ന് നിനക്കറിയാവോ കുഞ്ഞെ? അതിനെക്കുറിച്ച് എന്തേലും ഒരു ഊഹമുണ്ടോ? എന്നിട്ടാണോ നീ ഈ കിടന്ന് ചലയ്ക്കുന്നത്? നിന്റെ മനസാക്ഷിക്ക് ചിലപ്പം നീ തെറ്റുകാരി അല്ലായിരിക്കും. അത് നിന്റെ കയ്യിലിരിപ്പ്, നിന്റെ വളർത്തദോഷം. നിന്നെ വളർത്തിയവരെ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. അപ്പോ എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും പോയിട്ടില്ല. എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. അപ്പൊ നമ്മളെ എല്ലാ മതത്തിനെയും ബഹുമാനിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. ഇപ്പം ഈ പറഞ്ഞവളാണ് നേരത്തെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കേക്ക് മുറിച്ചത്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ പ്രവൃത്തി? ഇല്ല. പിന്നെ ഇവള് മാത്രം എന്താ ഇത്രയ്ക്കും കയറി ഞെളിയാനും കയറി ഓരോ കാര്യങ്ങൾ ചെയ്യാനും? എന്തിതാണ് ഉള്ളത് അവൾക്ക്? ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാം, ഒരു ബോധമോ പൊക്കണോ ഒന്നും ഇല്ലാത്തൊരു അടുക്കുചാലി കിടക്കുന്ന ഒരൊട്ടയ്ക്കുള്ള ബോധം പോലും ഇതിനില്ല.
തറപ്പിച്ച് പറയാം. ഇങ്ങനെ ഇരുന്നുകൊണ്ട് വന്നിരുന്ന് മെഴുകാൻ നിനക്ക് നാണമില്ല. വേറൊരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിലുള്ള ദൈവത്തെ വരച്ച് നീ ബിസിനസ് ആക്കിക്കും, ഞങ്ങൾ തക്കിക്കുന്നില്ല. പക്ഷെ ഒരേ പാറ്റേണിൻ്റെ തന്നെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത് ചെയ്യുന്നത് ശരിയല്ല. കലാകാരിയാണ് എങ്കിൽ നീ ചെയ്യേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമല്ല, രാമനുണ്ട്, പരശുരാമനുണ്ട്, നരസിംഹമൂർത്തിയുണ്ട്, മത്സ്യാവതാരമുണ്ട്, കൂർമാവതാരമുണ്ട്, അതേപോലെ എത്ര അവതാരങ്ങൾ. ശിവനുണ്ട്, ശിവനടുത്തേക്കുന്ന എത്ര അവതാരങ്ങൾ. ദേവിയുണ്ട്, ദേവി 3 പേരുണ്ട്, പാർവതിയുണ്ട്, മഹാലക്ഷ്മിയുണ്ട്, സരസ്വതിയുണ്ട്, പിന്നെ ഗംഗയുണ്ട്. ആരെയൊക്കെ എങ്ങനെ വേണേലും വരയ്ക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ നിനക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ഏതേലും ഒരെണ്ണം കൂടെ വരച്ച് കാണിക്കുന്നീ. ആ വെണ്ണക്കണ്ണൻ്റെ തന്നെ വേറൊരു രീതിയിൽ, വെണ്ണക്കണ്ണൻ എന്ന് പറയുമ്പം കുടം കയ്യിലേന്തി വെണ്ണയും കയ്യിലേന്തി നിൽക്കുന്ന ആ വെണ്ണക്കണ്ണനെ, നീ വരച്ചോണ്ടിരിക്കുന്ന ആ വെണ്ണക്കണ്ണനെ അല്ലാതെ വേറൊരു വെണ്ണക്കണ്ണനെ വരച്ച് കാണിക്കാമോ നിനക്ക്? അതിനുള്ള തൻ്റെ ഇടം നിനക്ക് കൊണ്ടോടി. കുറച്ച് ആൾക്കാർ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതിൽ ഇനിയിപ്പം ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഒളിവിലും പോകുന്നില്ല, ഞാൻ ഏതായാലും ജയിലിലും ആയിട്ടില്ല. ഇനിയിപ്പം നാളെ ജയിലിലാകുമോ എന്നുള്ളത് അത് തമ്പുരാനെ അറിയുള്ളൂ. ജയിലിൽ കിടക്കാൻ ശ്രദ്ധിച്ചോ? നാളെ ജയിലിലാകുമോ എന്നുള്ളത് തമ്പുരാനെ അറിയത്തുള്ളൂ. നീ ഏത് തമ്പുരാനെയാണ് വിളിച്ചത് ഇപ്പം? അള്ളാഹുവിനെ? അതോ എൻ്റെ കണ്ണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. ഇപ്പം എന്തേ എൻ്റെ കണ്ണ എന്ന് വിളിക്കാത്തത്? ഉടനെ തമ്പുരാനായത്? അപ്പം നീ ചെയ്യുന്നത് മതങ്ങൾ തമ്മിൽ അതിൻ്റെ പേരിൽ കലാപം സൃഷ്ടിക്കുക എന്നുള്ളതല്ലേ നിൻ്റെ മനസ്സിലിരിപ്പ്? ആ ഓരോ വാക്കും അവൾ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. തനി കള്ളി എന്ന് വെച്ച തനി കള്ളി തന്നെ, വേറൊന്നും ഇതിനെ വിളിക്കാൻ പറ്റത്തില്ല. കള്ളിയുടെ കള്ളിയാണ് നീ. ജയിലിൽ പോകേണ്ട അവസ്ഥ നീയായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നീ അനുഭവിച്ചേ മതിയാവത്തുള്ളൂ. ഞങ്ങളാരും പോയി കിടക്കത്തില്ല, നീ തന്നെ പോയി കിടക്കും, അത് ഉറപ്പാ. പിന്നെ ഞാൻ ഇപ്പോഴെങ്കിലും ജയിലിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ ഇതൊന്നും വേണ്ട. അപ്പം വേണേലും വാ. നിൻ്റെ ഈ സംസാരം, നീ ചെയ്ത പ്രവൃത്തികളും ഒന്ന് ലാംഗ്വേജ് മാറ്റി ഒരു ഇമെയിലുണ്ട് PM-ൻ്റെ, അതിലോട്ടൊന്ന് അയച്ചു കൊടുത്താൽ മതി. വിത്ത് പ്രൂഫ്, വിത്ത് എവിഡൻസ്, യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോസ് വെച്ച്. അവിടെ നേരത്തെ ഒരു ഭക്തയുമായിട്ട് നീ വഴക്കുണ്ടാക്കി, കേക്ക് മുറിച്ചു, ഇതിലെ ചുമ്മാ തേരാപ്പാര നടന്നു അമ്പലത്തിൽ. അതുപോലെ ചെയ്യണോ? അത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് അത് ചെയ്യണോ? വേണമെന്നുണ്ടെങ്കിൽ പറ, സെക്കൻഡിനുള്ളിൽ നീ അകത്താവും. പോകുന്നതേ PM-ൻ്റെ അടുത്തോട്ടാണ് ആ ഇമെയിൽ. അപ്പോൾ ഇതെങ്ങനായിരിക്കും അതിൻ്റെ ശിക്ഷ വരുന്നത് എന്നൊക്കെയുള്ളത് നീ ചിന്തിച്ച് നോക്കുമോളെ. എന്നിട്ട് നീ കിടന്ന വളവളാന്നിരുന്ന് മെഴുകും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തോന്നി എന്താണെന്നറിയോ? 40ഓളം കേസുള്ള ആൾക്കാർക്ക് എൻ്റെ പേരിൽ വന്ന ഒരൊറ്റ കേസ്, എന്താ പറയുക, പെരുന്നാളിൻ്റെ സന്തോഷം. 40ഓളം കേസുള്ള. ശ്രദ്ധിച്ചോ? പെരുന്നാളിൻ്റെ സന്തോഷം. കൃഷ്ണഭക്ത ജസ്ന, എൻ്റെ താത്ത ചേച്ചി ഇടയ്ക്ക് മാറിപ്പോകുന്നുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതെന്തേ തെറ്റിപ്പോകുന്നത്? വിറച്ചു തുടങ്ങിയോ? കേസൊന്നുമില്ല, കോടതി എനിക്ക് പുച്ഛമാണ്, കോടതിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഇപ്പം എന്തോ പറ്റി? ഇങ്ങനെ കിടുകിടാ വിറയ്ക്കുന്നു. നിന്നെ പണി കിട്ടും, ഉടനെ തന്നെ കിട്ടും, ഇന്ന് തന്നെ കിട്ടിയെന്നിരിക്കും ചിലപ്പോൾ. അവളെന്നീ എൻ്റെ മുന്നിലെങ്ങാനും വന്ന് പെട്ട
നിനക്കിട്ടുള്ളത് എന്തായാലും ഞാൻ തന്നിരിക്കും. വരാതിരിക്കുവാണെങ്കിൽ അത് നിനക്ക് നല്ലത്. പ്രത്യേകിച്ച് ഞാൻ സ്ഥലം പറയുന്നില്ല, അമ്പലം പറയുന്നില്ല. ആ അമ്പലത്തിലെങ്ങാനും വന്ന നിന്നെ നാട്ടുകാർ തല്ലി ഓടിക്കും. അത്രയ്ക്ക് നീ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് നേരിടാനും അറിയാം. അതുകൊണ്ട് എനിക്ക് ഒളിവ് പോകണ്ട. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ജയിലിൽ കിടക്കാനാണ് യോഗ, ഞാൻ ജയിലിൽ കിടക്കും. അതിപ്പോ നമുക്ക് ആർക്കും നമ്മുടെ തലവര മാറ്റാൻ പറ്റൂല. അത് പറഞ്ഞത് നീ ശരിയാ. തലവര എന്ന് പറയുന്നത്, വിധി എന്ന് പറയുന്നത് ദൈവത്തിന് പോലും മാറ്റാൻ പറ്റത്തില്ല. നീ ജയിലിൽ കിടക്കുക. നീ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ നിനക്ക് കുറച്ച് ആക്രിലിക് പെയിൻറ്റ് ഞാൻ ഓഫർ ചെയ്യുക. ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ നിനക്ക് അയച്ചു തന്നേക്കാം. അവിടെ ഇരുന്ന് നിനക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നീ വരച്ച് കാണിക്കും. മെഴുകുതിരി പോലെ ഒരുക്കി തീർന്നുകൊണ്ടിരിക്കുമോ നീ ഇപ്പോൾ. എല്ലാവർക്കും മനസ്സിലായി നിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം എന്തോ ആണ്. ആദ്യം ഹിന്ദുക്കൾ എല്ലാം എടുത്ത് തലേ കയറ്റി വെച്ചു. ആ സമയത്തൊന്നും എനിക്ക് നിന്നെ ശരിക്കും പറഞ്ഞ് അറിയത്തോലും ഇല്ലായിരുന്നു. പക്ഷേ ഗുരുവായൂർ ചെന്ന് കേക്ക് കട്ട് ചെയ്ത ഭാഗം മുതലാണ് ഞാൻ നിന്നെ അറിയുന്നത്. എന്നെ അറിയാത്ത പല ആൾക്കാരും അങ്ങനെയാണ് നിന്നെ അറിയുന്നത്. അത് നീ മനസ്സിലാക്കണം. കലാപം സൃഷ്ടിക്കുന്നവൾ, ഫസ്റ്റിലേ എനിക്ക് നിന്നോട് തോന്നിയ ഒരു ഇമേജ് ഇതാണ്. അതും അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നീ എന്തിനാ തട്ട വിട്ടുകൊണ്ട് അമ്പലത്തിൽ പോകുന്നത്? അന്യമതസ്ഥർക്ക് അവിടെ പ്രവേശനമില്ല. നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസിന് പോലും പ്രവേശനം കിട്ടാത്ത സ്ഥലമാണ്. അവിടെ പോയി കിടന്ന് നീ തെക്ക് വടക്ക് നടന്ന് എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. എനിക്കിപ്പം ജയിലിൽ കയറാനോ ജയിലിൽ കിടക്കാനോ യോഗ ഉണ്ടെങ്കിൽ അത് കിടക്കുക തന്നെ ചെയ്യണം. അത് ഏത് രീതിയിൽ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആരെ കൊന്നിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? നീ ആരെയും പറ്റിച്ചിട്ടേ ഇല്ല. വെറുതെ കേസൊക്കെ 10-30 എണ്ണം കൊടുത്തേക്കുന്നത് വെറുതെ അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്നെ കയറി പിടിച്ചേ, അയ്യോ എന്നെ കയറി പിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നതൊക്കെ വെറുതെ അല്ലേ? കൊന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തിയെങ്കിൽ മാത്രമേ ഇവിടെ ജയിലിൽ കിടക്കാവുന്നൊന്നും നിയമമില്ല. വയലൻസ് ആണെങ്കിൽ പോലും കേസെടുക്കാം, ജയിലിൽ വിടാം. പ്രത്യേകിച്ച് കോടതി വിധി വന്ന ഒരു അമ്പലം, ഗുരുവായൂർ അമ്പലം. അവിടെ ആർക്കും ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കല്യാണം ഉള്ളവരുടെ, കല്യാണക്കാരുടെ വീഡിയോ എടുക്കുക, ക്യാമറമാന് മാത്രം. അല്ലാതെ സാധാരണ പണ്ടൊക്കെ വല്ലപ്പോഴും വരുന്നതല്ലേ ഭഗവാന്റെ അടുത്ത്, അവിടെ ഇവിടെ എവിടെയൊക്കെ നിന്നൊരു ഫോട്ടോ എടുക്കാമായിരുന്നു. ഇപ്പം അതും ഇല്ലാതാക്കി നീ ഒറ്റൊരുത്തി കാരണം. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഈ നാട്ടിലുള്ള, ഈ കേരളത്തിനും പുറത്തുള്ള മലയാളികൾക്ക് എല്ലാവർക്കും നിന്നോടുണ്ട്. അത് നീ ഓർത്ത് വെച്ചോ നീ. അത് കോടതി വിധി വന്നത് നീ തെറ്റിച്ചു, അതിനുള്ളത് എന്തായാലും കിട്ടും. ഒന്ന് പറയോ, ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ? അപ്പോ ഈ കൊലപാതകികളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാന്യന്മാരായിട്ട് ജീവിക്കണം. ഞാൻ ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ലാലോ, ഞാൻ ആരെയും പിടിച്ചു പറിക്കാനൊന്നും പോയിട്ടില്ലാലോ. കൊലപാതകമുള്ള സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കേസ് വന്നിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്, ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവരിറങ്ങി നാട്ടിൽ വലസുന്നത്. അല്ലാതെ നിന്നെപ്പോലെ ഇരുന്ന് മെഴുകുമല്ല ചെയ്യുന്നത്. പേടി തോന്നിയിട്ടുണ്ട് നിനക്കല്ലേ? നിന്റെ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റും നീ ശരിക്കും പേടിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇനി അടുത്തത്, അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുന്ന തെറ്റെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏത് തന്നെ ആയാലും ഞാൻ ഒളിവിലും പോയിട്ടില്ല, ഞാൻ ജയിലിലും ആയിട്ടില്ല. നീ ഒളിവിൽ പോയില്ലെങ്കിൽ പോകണ്ടേ, നീ ജയിലിലാകും. പിന്നെ മതത്തിലുള്ളവരെ തന്നെ തള്ളിപ്പറഞ്ഞ നിനക്ക് അവരെന്തായാലും ഒരു പണി തരാതിരിക്കത്തില്ല. ഞാൻ അറിഞ്ഞിടത്തോളം എൻ്റെ കൂട്ടുകാർ, ഞാൻ പഠിച്ചത് കോളേജിൽ
അവിടെ ഏറിയ മിക്കതും മുസ്ലിംസാണ് ഉള്ളത്. അവരുമായിട്ട് സൗഹൃദമുള്ള എനിക്ക് അറിയാവുന്നിടത്തോളം ആർക്കിട്ട് പണിയാൻ പോയി കഴിഞ്ഞാൽ 8ൻ്റെ പണി 16 ആക്കി അവർ തിരിച്ചു വരും. അങ്ങനെയുള്ളവർ അവിടെ ഉള്ളത്. അപ്പോൾ നീ സൂക്ഷിച്ചു. ആ മതത്തിൽ നിൽക്കുന്നു എന്നിട്ട് വേറെ മതത്തിലുള്ളവരെ കബളിപ്പിച്ച് ജീവിക്കാൻ നോക്കുന്നു. നിനക്ക് അതിനുള്ളത് കിട്ടും.